ഹായ്, ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ ഉന്നത വിജയം നേടി ലോറൽ മെർക്കുറിക്ക് അഭിമാനമായ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് ഞങ്ങളിന്ന് യാത്ര തിരിക്കുകയാണ്. നീറ്റ് 2024 ലോറൽ മെർക്കുറിയിലെ ടോപ്പറായിട്ടുള്ള ഇസ്വാനയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. ഇസ്വാനയുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു. 693 എന്ന ബിഗ് സ്കോറാണ് ഇസ്വാന വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഇസ്വാനയുടെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്താണ് ഉപ്പാക്ക് ഈ സന്തോഷവേളയിൽ പറയാനുള്ളത്? വിജയിച്ചില്ല, നമുക്ക് സന്തോഷം തന്നെയാണ്. ടോപ്പ് സ്കോറല്ലേ, കോളേജിൽ അവിടെ ഫസ്റ്റ്, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഉമ്മ എന്ത് പറയുന്നു? പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ ഉണ്ട്, കാരണം അത്രയും പഠിക്കലുണ്ട്, നല്ല പഠിക്കലുണ്ട്. എന്താണ് ഇസ്വാന്റെ താത്താക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവൾക്ക് വിചാരിച്ച അവൾക്ക് എത്താൻ പറ്റി. നമ്മുടെ മറ്റൊരു ടോപ്പറായിട്ടുള്ള സബിന ഷെറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. 671 എന്ന നല്ല ഒരു മാർക്ക് സബിന വാങ്ങിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നമുക്ക് സബിനൻ്റെ ഉപ്പാക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ ഇതുപോലെ SLC പാസ്സായ സമയത്തും ഈ സാറുമാർ പിന്നെ ഒരു കൂട്ടുകാരൻ സുഹേലും കൂടി ഇവിടെ ഒരു വരവ് ഇതുപോലെ വന്ന് അവർ പിന്നെ മോൾക്ക് പഠിക്കേണ്ട 2 വർഷത്തെ പിന്നെ ട്യൂഷൻ +1 +2 ട്യൂഷൻ കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയി. +2 പാസ്സായതിൻ്റെ ശേഷം അവരിങ്ങോട്ട് വിളിച്ച് ഇനി എന്ത് ചെയ്യാനാണ് തീരുമാനം എന്ന് ചോദിച്ച് ഞങ്ങൾ എവിടെയും ചേർത്താന്ന് വെച്ചില്ല. അങ്ങനെ ആ സ്ഥാപനത്തിൽ തന്നെ ലോറൽ മെർക്കുറി എന്ന സ്ഥാപനത്തിൽ തന്നെ ചെല്ലാൻ പറഞ്ഞ് അവിടുന്ന് ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ സാറുമാരും ആ സ്ഥാപനം കൂടി ചെയ്തതാണ്. വളരെ സന്തോഷമുണ്ട്. ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ മോള് ഇതുവരെ എത്താൻ സഹായിച്ചത് ഈ സാറുമാരാണ്. ലോറൽ മെർക്കുറിക്ക് ഞങ്ങൾ എല്ലാവിധ നന്ദി രേഖപ്പെടുത്താണ്. ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടീനെ പഠിപ്പിച്ചത് കാരണം. നമ്മുടെ മറ്റൊരു ടോപ്പ് സ്കോററായ നന്ദനാക്ഷണയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. 667 എന്ന നല്ലൊരു സ്കോർ വാങ്ങിച്ചിരിക്കുകയാണ് നന്ദന. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നന്ദനയുടെ അച്ഛനക്ക് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമാണ് ഇത്. കാരണം എൻ്റെ കുട്ടി ഇങ്ങനെ ആഗ്രഹിച്ചു, അത് അവൾക്ക് നേടിയെടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ മനോജ് സാറിനോടും NR സാറിനോടും എല്ലാ സാർമാരോടും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മളെ മെർക്കുറിൻ്റെ ഒരു ആളായി മാറി അവൾ ശരിക്കും. കാരണം അത്രയും അവളെ വിശ്വാസം അർപ്പിച്ചിരുന്നു, അത് നേടിയെടുക്കാൻ അവൾക്ക് പറ്റി. അതിൽ വളരെയധികം സന്തോഷം തന്നെയാണ്. നമ്മുടെ മറ്റൊരു ടോപ്പറായിട്ടുള്ള അഫ്നാൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അഫ്നാൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടെയുണ്ട്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അഫ്നാൻ്റെ ഉപ്പാക്ക് നമ്മോട് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും സാറന്മാരൊക്കെ ഇവിടെ വന്ന് വളരെ സന്തോഷമായി. എൻ്റെ മോനെ ആ സ്കൂളിൽ നല്ലൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സ്നേഹവും നല്ല പഠിത്തവും എല്ലാം കൊണ്ട് ഞങ്ങൾ സന്തോഷത്തിലാണ്. എനിക്കെല്ലാം വളരെ അധികം സന്തോഷമുണ്ട്. ലോറൽ മെർക്കുറി സ്കൂളിൽ ചേർന്നതുകൊണ്ടാണ് ഇത്രയും മാർക്കായി എൻ്റെ കുട്ടി വിജയിച്ചത്. സ്നേഹത്തോടുകൂടി വാപ്പ അമ്മ സ്നേഹിച്ചും പോലെ തന്നെ മാഷന്മാർ നല്ല നോക്കി എൻ്റെ കുട്ടി നല്ല സ്നേഹിച്ചിരുന്നു. നല്ല പഠിപ്പേന് റാഹത്തുണ്ട് ഞങ്ങൾക്ക്, മാക്കുപ്പൊക്കെ റാഹത്താണ്. അഫ്നാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിയത്. ഞാനും ഹോസ്റ്റലിൽ കുട്ടികളെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് വളരെ വൈകിയും അവന് ഇരുന്ന് പഠിക്കാറുണ്ട്. അതുപോലെ ഞാൻ വളരെ വൈകി വരികയാണെങ്കിൽ പോലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ടാണ് അവൻ തുടർന്ന് പഠിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ഒരുപാട് അവൻ്റെ നല്ല എൻജോയ്മെൻറ്റ് മൊമെൻറ്റുകളൊക്കെ നഷ്ടപ്പെടുത്തി ആണ് അവൻ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റിൽ എത്തിയിട്ടുള്ളത്. ഇത് മറ്റുള്ള കുട്ടികൾക്ക് വലിയൊരു മാതൃകയാണ്. കാരണം ഒരുപാട് കല്യാണങ്ങളും വിശേഷങ്ങളൊക്കെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു നേട്ടത്തിലേക്ക് അവൻ എത്താൻ പറ്റിയത്.